قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون صدق الله العلي العظيم. കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ നല്ല ഒരു ഭാവി ജീവിതം കെട്ടിപ്പടുക്കാൻ അല്ലാഹു തആല പുണ്യമായ റമളാനിന്റെ മഗ്ഫിറത്തിന്റെ 10ന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കെല്ലാവർക്കും നസീബ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, കഴിഞ്ഞ ആഴ്ച സക്കാത്ത് നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി വിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനങ്ങളും ഹദീസിലൂടെയും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അതിന്റെ ഗൗരവങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ സക്കാത്ത് കൊടുക്കുമ്പോൾ 3 രൂപത്തിലാണ് വക്കാലത്ത് ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒന്ന് നേരിട്ട് കൊടുക്കുക, രണ്ടാമത് ഇസ്ലാമികമായ ഭരണാധികാരി ആ സുൽത്താൻ ഒന്നുമില്ലെങ്കിൽ അയാൾക്ക് അല്ലെങ്കിൽ അയാൾ നിശ്ചയിക്കപ്പെട്ട ആൾക്ക് കൊടുക്കുക, അതല്ലെങ്കിൽ മൂന്നാമതായിട്ട് ഒരു മുഅയ്യിനായ നിജപ്പെടുത്തിയ പ്രത്യേകമായി അറിയപ്പെട്ട ഒരു വ്യക്തിയെ നമ്മൾ ഏൽപ്പിക്കുക. അത് ഉദാഹരണം പറയുമ്പോൾ ഒരു മഹലിന്റെ പ്രസിഡന്റിനെയൊക്കെ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ വക്കാലത്താകാം. ഈ 3 രൂപത്തിലുള്ള വക്കാലത്തിന്റെ രൂപമല്ലാതെ വേറെ ഒരു കൊടുക്കാനുള്ള വേറെ മാർഗമില്ല എന്ന് നമ്മൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഇതുമായി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കുറഞ്ഞ സമയമാണുള്ളത്, അതുകൊണ്ട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. 8 വിഭാഗം സ്വത്തിലാണ് സക്കാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ളത്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലെ ഗവർണറായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിച്ചപ്പോൾ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ചത് ഈ 8 വസ്തുക്കളിലാണ്. അതിനെപ്പറ്റി ഇമാം ബൈഹഖിയും അതുപോലെ ഇബ്നു മാജയും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസുകളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. 8 വിഭാഗം സ്വത്തുക്കളെ പ്രത്യേകമായി വേർതിരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആട്, മാട്, ഒട്ടകം, ധാന്യം, അതേപോലെ തന്നെ ഈന്തപ്പഴം, മുന്തിരി, സ്വർണം, വെള്ളി, ഈ വസ്തുക്കളിലാണ് എന്തുള്ളൂ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. പച്ചക്കറി, അതേപോലെ തന്നെ പഴം തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ അത് കൃഷി എന്നുള്ള നിലയിലില്ലെങ്കിലും കച്ചവടം എന്നുള്ള രൂപത്തിൽ അത് കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഈത്തപ്പഴം, മുന്തിരി, ധാന്യങ്ങൾ എന്നിവയില് തൊലിയുള്ളതിന് 600 സ്വാഗ് എന്ന് പറഞ്ഞാൽ പ്രാചീനമായ പഴയ ഒരു കണക്കാണ്. ഏകദേശം 1960 ലിറ്റർ വരും. തൊലി ഇല്ലാത്തതാണെങ്കിൽ, തൊലിയുള്ളതിനാണ് പറഞ്ഞത്, തൊലി ഇല്ലാത്തതാണെങ്കിൽ അഥവാ 300 സ്വാഗ് 960 ലിറ്ററോളം ഉണ്ടെങ്കിൽ അതില് നമ്മൾ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. അത് തന്നെ ഒരാള് അല്ലാഹു തആല എത്ര നീതിമാനാണെന്ന് അറിയും. ഒരാളെ ബുദ്ധിമുട്ടിക്കാന്നുള്ളതല്ല. ഈ സക്കാത്ത് വളരെ കുറഞ്ഞ രൂപത്തിലാണ്. 2.5%, 5%, 10%. ഇനി ഒരാൾ കൃഷി ചെയ്യാണ്, ആ കൃഷി ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഉൽപാദന ചെലവുണ്ടെങ്കിൽ, നനക്കാനും മറ്റൊക്കെ മോട്ടർ വെച്ചുകൊണ്ട് അയാൾക്ക് ഉൽപാദന ചെലവുണ്ടെങ്കിൽ 5% അയാൾ കൊടുത്താൽ മതി. അതേസമയത്തോ ഉൽപാദന ചെലവില്ലെങ്കിലാണ് അതിന്റെ
10% കൊടുക്കേണ്ടതുള്ളൂ. എത്ര സുന്ദരമാണ് സക്കാത്തിന്റെ ആ ഒരു വ്യവസ്ഥയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്ര സുന്ദരമാണ് അള്ളാഹുവിന്റെ ദീൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സക്കാത്ത് വ്യവസ്ഥിതികളെ പറ്റി മാത്രം പഠിച്ച് ഇസ്ലാമിലേക്ക് വന്ന എത്രയോ ആളുകളുണ്ട്. അതുപോലെ തന്നെ തൂക്കം പരിഗണിക്കൂല, അളവാണ് പരിഗണിക്കേണ്ടത്. ഒരുപാട് വിഷയമായിട്ട് കൃഷിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയാനുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി അങ്ങ് പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ചുരുക്കി അങ്ങ് പറയാം. കച്ചവടത്തിന്റെ സക്കാത്ത്, കറൻസി കൈമാറ്റമല്ലാത്ത മറ്റുള്ള എല്ലാ കച്ചവടത്തിലും സക്കാത്ത് ഉണ്ട്. അത് ഹിജറ വർഷപ്രകാരമാണ് നോക്കേണ്ടത്. ഹിജറ വർഷപ്രകാരമാണ് നമ്മൾ നോക്കേണ്ടത്. സൗരവർഷം അനുസരിച്ചല്ല പരിഗണിക്കേണ്ടത്, ചാന്ദ്രവർഷം അനുസരിച്ച് ഹിജറ കലണ്ടർ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ ഒരു വർഷം തികയുന്ന സമയത്ത് കച്ചവടം എന്നാണോ തുടങ്ങിയത്, അതിന്റെ ഇനാഗുറേഷൻ അതല്ല നോക്കേണ്ടത്, മറിച്ചുകൊണ്ട് ആ സ്റ്റോക്ക്, അതിന് വിൽക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന ആ ദിവസം, അത് വാങ്ങിയ ആ ദിവസം നമ്മൾ നോക്കിയിട്ട് 595 ഗ്രാം വെള്ളിയുടെ വിലക്ക് തുല്യമായതോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയ വിൽപ്പന വസ്തു ഉള്ള കച്ചവടത്തിന് അതിനെ 2.5% കൊടുക്കണം. വർഷം തികയുമ്പോൾ എല്ലാവരും റമദാൻ മാസം നോക്കിയിട്ട് കൊടുക്കും. ശരിക്കും അതല്ല സക്കാത്തിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ റമദാൻ മാസം അല്ല കണക്ക്. നമ്മള് കച്ചവടം തുടങ്ങിയത് എപ്പോഴാണോ അതനുസരിച്ച് ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സംവിധാനം പഴയ പോലെയല്ല, കച്ചവടമൊക്കെ മാറി. ഇപ്പോ പല സാധനവും നമുക്ക് കടമായിട്ട് കിട്ടും. സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇറക്കി കൊടുക്കും, പിന്നീട് കാശ് നൽകിയാൽ മതി. അപ്പൊ നമ്മൾ പല ആളുകളോ അതിപ്പോ നമ്മളല്ലല്ലോ, കടായിട്ടല്ലേ, പിന്നെ കാശ് കൊടുത്താൽ പോരാ, അപ്പൊ അതിന് സക്കാത്ത് കൊടുക്കണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അതിന് നമ്മള് സക്കാത്ത് കൊടുക്കണം. സ്റ്റോക്ക് എടുപ്പിൽ അത് പരിഗണിച്ചുകൊണ്ട് അതിന് സക്കാത്ത് നൽകേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഒരാള് കടമുള്ള ആളാണ്, കച്ചവടം നടത്തിയ കച്ചവടത്തിൽ നിന്ന് തന്നെ അയാൾക്ക് കടം വന്നു. കച്ചവടം ചെയ്യാനൊന്നും അറിയില്ല, അങ്ങനെ പറഞ്ഞ ബിസിനസ് അങ്ങനെ തുടങ്ങി കടമൊക്കെ കടം വന്നുകൂടി. ഇനി കച്ചവട സംബന്ധമായിട്ട് അല്ലാതെ തന്നെ അയാൾ കടമുള്ള ആളാ, അപ്പൊ ഞാൻ കടമുള്ള ആളല്ലേ എന്ന് പറഞ്ഞിട്ട് സക്കാത്ത് കൊടുക്കാതിരിക്കാൻ പറ്റൂല, അത് കൊടുക്കേണ്ടതുണ്ട്. അത് നിർബന്ധമായ ഒരു കാര്യമാണ് കച്ചവടത്തിന്റെ സക്കാത്ത് എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവര്. അതേപോലെ തന്നെ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇപ്പോ പല ആളുകളും സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ബില്ലിംഗ് നടത്തുന്നത്. ഇന്ന് ആധുനികമായ ടെക്നോളജികളൊക്കെ വികസിച്ചപ്പോൾ എല്ലാം കമ്പ്യൂട്ടറിലാണല്ലോ. അപ്പോ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല ബില്ലിംഗ് സംവിധാനങ്ങളും ഒക്കെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ സുഖമാണ്. കാരണം ഹിജ്റ വർഷപ്രകാരമുള്ള വാർഷിക ദിനം, ആ കച്ചവടം തുടങ്ങിയ ആ ദിനം, അതേപോലെ തന്നെ അതിന്റെ മൊത്തം സ്റ്റോക്ക്, അതുപോലെ അതിന്റെ അന്നത്തെ മാർക്കറ്റ് വില, നമ്മൾ എത്ര വില കുറച്ച് കൊടുക്കുന്നു കൂട്ടി കൊടുക്കുന്നു അതല്ല, ആ മാർക്കറ്റിന്റെ ഏകദേശം അതിന്റെ ആ ഒരു വില, ഇത് നമ്മള് കണക്ക് കൂട്ടി എന്നിട്ട് നമ്മുടെ ആ സക്കാത്തിന്റെ വിഹിതം നിശ്ചയിക്കാൻ പറ്റുന്ന രൂപത്തിൽ സോഫ്റ്റ്വെയർ ക്രമീകരിച്ചു കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കാൻ വളരെ സുഖമാണ്. നമ്മള് ചിലരൊക്കെ പറയാറുണ്ട് സ്റ്റോക്ക് എടുപ്പ് നടത്താൻ വേണ്ടി കട അടച്ചിടേണ്ടി വരും, അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ പറയണ്ട. അതിന്റെ ആവശ്യമൊന്നുമില്ല, വളരെ സുഗമമാണ്. ഇന്ന് ടെക്നോളജി വികസിച്ചപ്പോൾ നമ്മളതൊക്കെ മാക്സിമം ഉപയോഗിക്കണം. ഈ ജമ്മു കാശ്മീരിന്റെ മസാലകൾ പഠിച്ചു, പക്ഷെ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉപയോഗിക്കാനാണ്. ഇതൊക്കെ അള്ളാഹു തആല നമുക്ക് സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക, എന്നിട്ട് അള്ളാഹുവിലേക്ക് അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സുഖമാണ്. സോഫ്റ്റ്വെയർ എല്ലാ സംവിധാനവും നമുക്കുണ്ട്. അപ്പോ അതുപോലെ തന്നെ പണത്തിന്റെ സക്കാത്ത്, കറൻസിക്ക് സക്കാത്ത് ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. 595 ഗ്രാം വെള്ളി, അതേപോലെ തന്നെ 85 ഗ്രാം സ്വർണത്തിന്റെയോ വിലക്ക് തുല്യമായോ അതിൽ കൂടുതലോ ഉള്ള തുക നമ്മുടെ കയ്യിലുണ്ട്. ഒരു വർഷം അത് തികഞ്ഞു. ബാങ്കില് പൈസ ഉണ്ട്, അത് ഈ പറഞ്ഞ 595 ഗ്രാം വെള്ളിയുടെ ആ ഒരു വർഷം തികയുന്ന സമയത്തുള്ള വില, അതിനകത്ത് കൂടുതൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് അതിന് സക്കാത്ത് കൊടുക്കണം. മനസ്സിലായോ? അക്കൗണ്ടിൽ വെറുതെ കാശുണ്ട്, അപ്പൊ നമ്മൾ പഠിച്ചവനെ പറ്റിക്കാൻ ശ്രമിക്കുക. ആ സക്കാത്ത് കൊടുക്കേണ്ട കറക്റ്റ് ദിവസം വരുമ്പോ തലേ ദിവസം അത് വിഡ്രോ ചെയ്ത് നമ്മൾ എടുത്തിട്ട് ശരിക്കും എടുത്താൽ കൊടുക്കണ്ട, പക്ഷെ നമ്മൾ പഠിച്ചവനെ കളിപ്പിക്കരുത്, പഠിച്ചവനക്ക് എല്ലാം അറിയാം. അപ്പൊ നമ്മൾ സൂക്ഷ്മതയോട് കൂടിയിട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ
അത് ഒരു വർഷം തികഞ്ഞാലാണ് കൊടുക്കേണ്ടത്. ഒരു വർഷം നമ്മുടെ കയ്യിൽ അക്കൗണ്ടിൽ ഇങ്ങനെ ഇത്ര പൈസ ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ആ പൈസ എടുത്തുപോയി പിന്നീട് അതല്ല, ഒരു വർഷം തികഞ്ഞാൽ. അതേപോലെ തന്നെ കുറിയാണെങ്കിൽ പലർക്കുള്ള സംശയങ്ങളാ. എത്രയോ ആളുകൾ പേഴ്സണലായിട്ട് ചോദിക്കാറുണ്ട്. ചിലര് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് മടിച്ചിട്ട് ചോദിക്കാത്ത ആളുകളുണ്ട്. കുറിയാണെങ്കിൽ കുറിക്കും സക്കാത്തുണ്ട്. പക്ഷെ ആ സക്കാത്ത് ഒരു വർഷം നമ്മളിങ്ങനെ മാസം മാസം ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. 5000 രൂപ വെച്ചിട്ട് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ 10000 വെച്ചുകൊണ്ട് അടച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ പൈസ കഴിയുന്നതിന് മുമ്പ് നമുക്ക് കുറി കിട്ടിയാൽ അതിന് കൊടുക്കണ്ട, അല്ലെങ്കിൽ അതിന് കൊടുക്കണം. ഫുഖഹാക്കൾ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ കടം കൊടുത്തു 595 ഗ്രാം വെള്ളിയുടെ വിലക്ക് തുല്യമായതോ അല്ലെങ്കിൽ അതിന് കൂടുതലോ പണം ഒരാൾക്ക് കടം കൊടുത്തു, ഒരു വർഷം തികഞ്ഞു അല്ലെങ്കിൽ അതിലധികമായി എങ്കിലോ 2 കൊല്ലം കടന്നാലോ, അപ്പോഴും അതിനെന്ത് ചെയ്യണം? ആ 2 വർഷം തികയുമ്പോൾ ആദ്യത്തെ 1 വർഷം കൊടുക്കണം, പിന്നത്തെ കൊടുക്കണം. അങ്ങനെ 2.5% നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഇത് കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ കളവ് പോയ വസ്തു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി, ഒരാളുടെ കയ്യിൽ നിന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ സ്വർണം അല്ലെങ്കിൽ പൈസ, അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന് എത്ര? 2.5%. ഒരു വർഷത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ 2.5% കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ PF, പ്രൊവിഡന്റ് ഫണ്ട്, ആ PF-ന് ഒരു വർഷം കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ആ പൈസ എങ്ങനെയാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ കയ്യിൽ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് സ്ഥലക്കച്ചവടക്കാരുണ്ട്. സ്ഥലക്കച്ചവടക്കാരായ ആളുകളുണ്ട്. സാധാരണ നമ്മളൊരു ഭൂമി വാങ്ങിയിട്ടു, ഒരാൾക്ക് ഒരു 50 ഏക്കർ സ്ഥലമുണ്ട്, അവിടെ കൃഷി ചെയ്യണം. കൃഷിയുടെ സക്കാത്ത കൊടുക്കണ്ട, അല്ലാതെ ഭൂമിക്ക് സക്കാത്തില്ല. പക്ഷേ അയാള് കച്ചവടത്തിനാണ് വേണ്ടി മേടിച്ചിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യണം? അതിന് നമ്മള് സക്കാത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അത് ആ സമയത്തുള്ള വില, കാരണം അത് കച്ചവടമാണല്ലോ. അപ്പൊ കച്ചവടത്തിന്റെ സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും. അത് വാങ്ങിയ സമയത്ത് 50,000 രൂപ മേടിച്ചു, ഇപ്പൊ 5 ലക്ഷം അതിന്റെ വില, എങ്കിൽ ഇപ്പോഴത്തെ 5 ലക്ഷത്തിൻ്റെതാണ് കൊടുക്കേണ്ടത്. മനസ്സിലായി? ആ ഒരു വർഷം തികയുമ്പോഴുള്ള 5 ലക്ഷത്തിൻ്റെതാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ല മേടിച്ചപ്പോ 50,000 30,000 കൊണ്ട് അത് കൂട്ടാൻ പറ്റൂല. ഇനി അടുത്ത വർഷം ആകുമ്പോൾ കൂടാണെങ്കിലോ അതനുസരിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പൊ ജോലി അല്ലെങ്കിൽ സ്ഥാപനങ്ങള്, അതിനൊക്കെ ഇപ്പോ നല്ല ഒരു തുക സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ വാങ്ങാറുണ്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ. അപ്പോ 595 ഗ്രാമിന്റെ വെള്ളിയുടെ ഇതിനും തുല്യമായിട്ടുള്ള പൈസ നമ്മൾ കൊടുത്തു, അഡ്വാൻസ് കൊടുത്തു. ഇത് ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ അഡ്വാൻസിനും നമ്മൾ എന്ത് ചെയ്യണം? സെക്യൂരിറ്റിക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതേപോലെ തന്നെ ഒരാള് സക്കാത്ത് നൽകാൻ നിർബന്ധിതനായ വ്യക്തിയാണ്, പക്ഷെ അയാൾ സക്കാത്ത് നൽകിയില്ല. സക്കാത്ത് നൽകാതെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സമ്പത്തിൽ നിന്നുകൊണ്ട് എടുത്തു കൊടുക്കണമെന്നാണ് ശറഹുൽ മുഹദ്ദിദിന്റെ 321 പേജിൽ പറഞ്ഞത്. ഇമാം നവവിയെ പോലെയുള്ള ദിശനാശാലികളായ പണ്ഡിതന്മാർ വ്യക്തമായിട്ട് അത് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, മാതാപിതാക്കൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? മാതാപിതാക്കൾ സക്കാത്തിന് അർഹരാണെങ്കിൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 2 പ്രതിഫലമാണ് ലഭിക്കുന്നത്. 1 കുടുംബ ബന്ധം ചേർത്ത പ്രതിഫലം, 2 സക്കാത്ത് കൊടുത്ത പ്രതിഫലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ സക്കാത്തിന് അർഹരാണെങ്കിൽ അവിടെ ഒരു വിഷയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ചെലവിൽ കഴിയുന്ന മാതാപിതാക്കളാണ്. ആ മാതാവിന് ചെലവ് കൊടുക്കൽ നിർബന്ധമാണ്. ആ മാതാവിന് ചെലവ് കൊടുക്കുന്നത്, മാതാപിതാക്കൾക്ക് ചെലവ് കൊടുക്കുന്നത് മതിയാകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മതിയാകാത്തൊരു അവസ്ഥ വന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ സക്കാത്ത് കൊടുത്താൽ വിടൂല. അതേസമയം മതിയാകുമെങ്കിൽ വീടില്ല. അതേ സമയത്ത് നമ്മൾ കൊടുക്കുന്നത് മതിയാവാത്തൊരവസ്ഥ വന്നു, നമുക്കതിനുള്ള വരുമാനമല്ല, മാതാപിതാക്കൾക്ക് പൂർണ്ണമായിട്ടും കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. അതേപോലെ തന്നെ നമ്മുടെ ചെലവിലല്ല ആ മാതാപിതാക്കൾ കഴിയുന്നത്, നമ്മൾ ചെലവ് കൊടുക്കാൻ നിർബന്ധമല്ല എങ്കിൽ ആ മാതാപിതാക്കൾക്ക് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ആളുകൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. സഹോദരങ്ങൾക്ക് സക്കാത്തുള്ള ഏറ്റവും അർഹരാണ് എന്നെങ്കിൽ അവർക്ക് കൊടുക്കലാണ് ഏറ്റവും പുണ്യം. കുടുംബത്തിന് കൊടുക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ അടുക്കുന്നത് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത കിട്ടുക. അതേപോലെ തന്നെ മുത്തഅല്ലിമായ ആളുകൾക്ക്
സക്കാത്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ പള്ളിയിലൊക്കെ പല മുത്തഅല്ലിമീങ്ങൾ വരാറുണ്ട്, അല്ലെങ്കിൽ മുഅല്ലിമീങ്ങൾ വരാറുണ്ട്. അവിടെ ഫീ സബീലില്ലാ എന്ന് പറഞ്ഞ സ്ഥാനത്ത് മുതഅല്ലിമോ മുഅല്ലിമോ സക്കാത്തിന് അർഹരാണെങ്കിൽ മാത്രമേ അവർ പെടുള്ളൂ. അല്ലാത്തവർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് മുഅല്ലിമാണ്, മുതഅല്ലിമാണ്, അല്ലെങ്കിൽ പള്ളിയിലെ ഖതീബാണ്, പക്ഷെ സക്കാത്തിന് അർഹരാവണം. അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫീ സബീലില്ലാ എന്ന് പറഞ്ഞ വിഭാഗം അത് ആരൊക്കെയാണ് പെടുന്നത്? ഒരാൾ വന്നിട്ട് റമദാനാവുമ്പോ ചൂഷണാണല്ലോ. ഞാൻ മുമ്പ് എപ്പോഴും പറയാറുണ്ട്, കൈസായ മത്തലബ് പൈസ, എല്ലാവർക്കും പൈസയാണ് പ്രാമുഖ്യം. അപ്പൊ പൈസ കിട്ടാൻ വേണ്ടി അവിടെ ഹക്കും ബാത്തിലൊന്നും നോക്കൂല, അദ്ദേഹം നമുക്ക് കിട്ടാനുള്ള വഴികളും നോക്കും. അപ്പൊ പലരും വന്നിട്ട് പറയുന്നു ഞങ്ങള് സക്കാത്തിന് അർഹരാണ്, സക്കാത്തിന് അർഹരാണെന്ന് പറയുന്നത് നമ്മളത് പരിശോധിക്കണം. പറയുമ്പോ മാത്രം സക്കാത്തിന് അർഹരാകുമെന്ന് നോക്കാൻ പറ്റൂല. 8 വിഭാഗം ആളുകളെ പറ്റി പറഞ്ഞത് ഖുർആൻ പറഞ്ഞു, ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ والعاملين عليها والمؤلفة قلوبهم وفي الرقاب എന്ന് തുടങ്ങിയിട്ട് 8 വിഭാഗങ്ങളെ പറ്റി പറഞ്ഞു. ഒന്നാമത് ഫക്കീറായ മനുഷ്യൻ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത വളരെ പാവപ്പെട്ട മനുഷ്യൻ. അയാൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് പൈസ അയാൾക്ക് തികയുന്നില്ല, വളരെ പരമദരിദ്രനായ ഒരു വ്യക്തിയാണ് എങ്കിൽ അയാൾക്കാണ് ഏറ്റവും മുൻഗണന നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും പാവപ്പെട്ടവരുണ്ടോ ആ പാവപ്പെട്ടവരെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരു പാവപ്പെട്ടവനെ സെലക്ട് ചെയ്തിട്ട് അയാളെ എന്നെ സഹായിച്ചാൽ, ഇപ്പോൾ സമ്പന്നരായ ആളുകൾക്കൊക്കെ സക്കാത്ത് നല്ലൊരു തുക ഉണ്ടാവും കൊടുക്കാൻ, അത് കൊണ്ടുപോയിട്ട് ഒരു വ്യക്തിക്ക് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാൾക്കൊരു ഉപകരിക്കുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അയാൾക്ക് ചെയ്തു കൊടുത്താൽ അയാൾ പിറ്റത്തെ കൊല്ലം സക്കാത്തിന് യോഗ്യനല്ലാതായി മാറാണ്, അയാൾ സമ്പന്നനായി മാറാണ്. നമ്മൾ രക്ഷപ്പെട്ടാൽ മാത്രം പോരാ സഹോദരങ്ങളെ, മറ്റുള്ളവരെ കൂടി രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. അതിനാവണം നമ്മുടെ സക്കാത്തുകളും സുദഖകളും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോ ഫക്കീർ, രണ്ടാമത് മിസ്കീൻ, പാവപ്പെട്ട ഒരു മനുഷ്യൻ. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഫക്കീറായ വ്യക്തിയെ പോലെ അത്രയും പരമദരിദ്രനല്ല, പക്ഷെ പാവപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് മുൻഗണന കൊടുക്കണം. അതേപോലെ തന്നെ സക്കാത്തിന്റെ ഉദ്യോഗസ്ഥൻ, അത് പിന്നെന്ന് പറയുന്ന ഇസ്ലാമിക ശരീഅത്തില്ലല്ലോ, നമ്മുടെ ഇവിടെ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല. സക്കാത്ത് പിന്നെ ഉദ്യോഗസ്ഥൻ. അതേപോലെ തന്നെ പുതുവിശ്വാസിയായ ആള്, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആള്, അയാൾക്ക് നമ്മൾ പ്രത്യേക പരിഗണന കൊടുക്കണം. കാരണം അള്ളാന്റെ ദീൻ അറിഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന വ്യക്തിയാണ്. അള്ളാന്റെ റസൂൽ അങ്ങനെയുള്ളവർ പ്രത്യേകം പരിഗണിക്കുമായിരുന്നു. നമ്മൾ അവരെ പരിഗണിക്കണം, പൊതുവിശ്വാസി. അതേപോലെ തന്നെ മോചനദ്രവ്യം വാങ്ങിയിട്ടുള്ള അടിമ സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആവശ്യം കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ കടം കൊണ്ട് വരുന്ന ആള്, ചിലപ്പോൾ നല്ല വീടുണ്ടാവും, വാഹനമൊക്കെ ഉണ്ടാവും, നല്ല രൂപത്തിൽ ജീവിച്ച ആളായിരിക്കും, പെട്ടെന്ന് ബിസിനസ് പൊട്ടിപ്പൊളിഞ്ഞ ഒരാളോട് ചോദിക്കാൻ അയാളുടെ അഭിമാനം സമ്മതിക്കില്ല. അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ ഇടയിലൊക്കെ അഭിമാനമുള്ള ആൾക്കാർ, നല്ല വസ്ത്രമൊക്കെ ഇട്ട് ഇങ്ങനെ ചിരിച്ചു കിടക്കും, പക്ഷെ അവരുള്ളിൽ തീയായിരിക്കും. അവരെ നമ്മൾ കണ്ടെത്തിയിട്ട് കടമുള്ള വ്യക്തികളാണെങ്കിൽ ആ കടമുള്ള വ്യക്തിയെ നമ്മൾ സഹായിക്കണം. അങ്ങനെ ഒരു 10 സമ്പന്നരായ ആളുകൾ കൊണ്ടുവന്നിട്ട് അയാളുടെ ആ സക്കാത്തിന്റെ വിഹിതം കൊണ്ടുപോയി കണക്ക് കൂട്ടി കൃത്യമായി 2.5% കണക്ക് കൂട്ടി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അയാളുടെ ആ കടം വീടിക്കഴിഞ്ഞാൽ എത്ര ഹൈറാ. ഒരാളുടെ ബുദ്ധിമുട്ട് മാറ്റിയാൽ അതിനേക്കാളും അള്ളാന്റെ അടുക്കൽ ശ്രേഷ്ഠമായ പ്രതിഫലം എന്താ ഉള്ളത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ശമ്പളം പറ്റാത്ത യോദ്ധാക്കൾ, ഈ 3 വിഭാഗമാണ്: അടിമ, അതേപോലെ തന്നെ യോദ്ധാവ്, ഉദ്യോഗസ്ഥൻ. ഇത് 3 നമ്മുടെ ഇടയിലില്ല. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള വിഷയങ്ങളെക്കാണ് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ വഴിമുട്ടി യാത്രക്കാർ, ഒരാൾ യാത്രക്കാരനാ, ഇങ്ങനെ യാത്രയുടെ ഇടക്ക് നമ്മുടെ ഇടയിൽ വന്നു, വളരെ ദരിദ്രനാണ്, പോകാൻ പൈസ ഒന്നുമില്ല, മുസാഫിറാണ് എങ്കിൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ 8 വിഭാഗത്തെ പറ്റിയാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോ അവരെ പ്രത്യേകമായി കണ്ടെത്തിക്കൊണ്ട് നമ്മൾ അവർക്ക് സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇഞ്ചി കൃഷി ചെയ്യുന്ന ആളുകൾ, കുരുമുളക്, ഏലം, അങ്ങനെ തേങ്ങ, ഇങ്ങനെയുള്ളതിലൊക്കെ സക്കാത്ത് ഉണ്ടോ എന്നുള്ളത് പലർക്കും സംശയമുണ്ട്. നെല്ല് പോലെയുള്ള വസ്തുക്കള്, അതിന് 1920 ലിറ്റർ നെല്ലുണ്ടായി കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുരുമുളക് അങ്ങനെയുള്ളതിനൊന്നും സക്കാത്ത് ഇല്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, കച്ചവടത്തിന്റെ സക്കാത്ത്, ആ കച്ചവടത്തിന്റെ
സക്കാത്ത് അതിലൊക്കെ ബാധകമാകും എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരാള് കച്ചവടം ചെയ്യുന്ന ആള് ആ കച്ചവടം ചെയ്യുന്ന നാട്ടിൽ തന്നെയാണ് സക്കാത്ത് കൊടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഫത്ഹുൽ മുഈനിന്റെ 128-ാമത്തെ പേജിൽ നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ മഹാന്മാരായ ഇമാമിങ്ങൾ പല അഭിപ്രായങ്ങളുണ്ട്, കൊടുക്കാമെന്നൊക്കെ ഉണ്ട്. നാട്ടിൽ കൊടുക്കാം, ഒരാൾ എവിടെയാണുള്ളത്. പക്ഷെ ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം ഒരാളെ കച്ചവടം നടത്തുന്ന ആളാണെങ്കിൽ ആ കച്ചവടം നടത്തുന്ന നാട്ടിൽ കൊടുക്കലാണ്, അവിടുത്തെ അവകാശികൾക്ക് കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതേപോലെ തന്നെ ആഭരണങ്ങളുടെ സക്കാത്ത് നമുക്കറിയാവുന്നതാണ്. 84 ഗ്രാം, അതേപോലെ 764 മില്ലിഗ്രാം അഥവാ 85 ഗ്രാം സ്വർണം ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ വെള്ളിയാണെങ്കിൽ 200 ദിർഹമിന്റെ കണക്ക് 595 ഗ്രാം 250 മില്ലിഗ്രാം, അത് അത്രയും വെള്ളി ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് 2.5%. പക്ഷെ നമ്മള് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സ്വർണത്തിലും വെള്ളിയിലൊക്കെ സക്കാത്ത് കൊടുക്കുമ്പോ അതില് ഹലാലായതിൽ സക്കാത്തില്ല എന്നുണ്ട്. ഹലാലായ ആഭരണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹലാലായത്. അപ്പോ സക്കാത്ത് കൂടാതെ ഒരു സ്ത്രീക്ക് എത്ര ആഭരണം കൊടുക്കണം എന്നതിനെ പറ്റി പല ആളുകൾക്കും സംശയമുണ്ട്. മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തുഫയുടെ 3-ാം വാള്യം 280-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, സാധാരണയിൽ അധികമായുള്ളത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സാധാരണയായിട്ട് ധരിക്കേണ്ട ഒരു ആഭരണം ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് എത്ര ധരിച്ചാലും അതിനെന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം 2.5%. ഇപ്പൊ ഒന്നെന്ന് പറഞ്ഞാൽ ആഭരണങ്ങള് കല്യാണങ്ങൾക്കൊക്കെ ധാരാളം വാങ്ങിയങ്ങൾ കൂട്ടും. അപ്പോ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ധരിക്കുന്ന ആഭരണങ്ങൾ അത് ഹലാലായ ആഭരണത്തിനാണ് സക്കാത്ത് ഇല്ലാത്ത. പക്ഷെ ഹറാമായി വന്നു കഴിഞ്ഞാൽ അഥവാ ആവശ്യത്തിൽ അധികമായി കഴിഞ്ഞാൽ അതിൽ സക്കാത്ത് കൊടുക്കേണ്ടി വരുമെന്നാണ് ഫുഖഹാവ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് സൂക്ഷ്മതയോട് കൂടിയിട്ട് നമ്മൾ അമൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സക്കാത്ത് ഖുർആനിലെ നിസ്കാരത്തെ പറ്റി പറഞ്ഞ സ്ഥലത്തൊക്കെ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വഅഖാമു സ്വലാത്ത വഅതു സക്കാത്ത്, നിസ്കാരത്തെ പറ്റി പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ സക്കാത്തിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. അർഹരായ ആളുകളെ കണ്ടെത്തിയിട്ട് നമ്മൾ കൊടുക്കുക. ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ശിക്ഷ നമുക്ക് ലഭിക്കും. കാരണം റമദാൻ മാസമാകുമ്പോൾ പലരും ഈ വിഷയത്തിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അർഹരെ കണ്ടെത്തി നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള പാപങ്ങൾ അവരെയൊക്കെ കണ്ടെത്തിയിട്ട് നമ്മൾ അവരെയൊക്കെ സഹായിക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ടൊക്കെ ആ അള്ളാഹു തന്ന സമ്പത്ത് കൊണ്ട് നമുക്ക് ഗുണം ലഭിക്കുകയുള്ളൂ. എപ്പോഴാ മരിക്കണം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എത്രയോ ആളുകൾ ഈ റമദാന് മരിച്ചു. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കുഞ്ഞിപ്പ മരണപ്പെട്ടു. ഒരു താടിരോമം പോലും നരിച്ചിട്ടില്ല. അദ്ദേഹം ചെറുപ്പം മുതൽ ഗൾഫിൽ പോയി അധ്വാനിച്ചു, നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കി. പക്ഷെ ആ വീട്ടിൽ കുറഞ്ഞ ദിവസം മാത്രമേ അദ്ദേഹത്തിന് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു താടിരോമം പോലും നരിച്ചിട്ടില്ല. ഈ റമദാന് കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണപ്പെട്ടു പോയി. അല്ലാഹു സ്വർഗ്ഗം നൽകട്ടെ. പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ ഇടയിലുള്ള ആളുകളൊക്കെ മരിച്ചു പോവാ. നമ്മൾ എപ്പോഴാ മരിക്കാന്ന് പറയാൻ പറ്റൂല. അപ്പൊ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കവി പാടിയതുപോലെ അവളുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം അള്ളാഹിനെ ഓർക്കാൻ നീ മറക്കല്ലേ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അള്ളാഹു നിയമത്ത് ചെയ്യുന്ന അവസരത്തിലൊക്കെ മഹാന്മാരായ ബദരീങ്ങൾ അള്ളാഹിന്റെ ദീനിനു വേണ്ടി സേവനം ചെയ്യുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റുകയോ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കുക. അള്ളാഹു ഹൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.